Good evening, teacher. Good evening, ma'am. Good evening, Miss. Good evening. Good evening, ma'am. Good Good evening, evening, ma'am. Good evening, Miss. Blackberry, Saint Jyoti. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, Reshma. Good evening, ma'am. Good evening. Good evening. Good evening, Bhavana. Okay. Prayer ആരാ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നേ? പ്രയർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മറന്നോ? ആരായിരുന്നു? ആരുമില്ലേ? ഇന്നലെ ആരായിരുന്നു പ്രയർ? ഇന്നലെ ആരായിരുന്നു ചെയ്തേ? ആരുമില്ല അല്ലേ? ഓക്കെ. ജ്യോതി ഏതെങ്കിലും പ്രയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ജ്യോതി Yes, ma'am. ബ്ലാക്ക്ബെറീസ് ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, ഇങ്ങനെ മുന്നോട്ട് വന്നോട്ടോ. ബ്ലാക്ക്ബെറീസ്. Ma'am. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay. Okay, ma'am. ഓക്കെ, ബ്ലാക്ക്ബെറീസ് എവിടെ പോയി? Thank you, ma'am. കഴിഞ്ഞോ? കേട്ടില്ലല്ലോ ഞാനൊന്നും. നിങ്ങൾ കേട്ടായിരുന്നോ പ്രയർ? ഞങ്ങൾ കേട്ടില്ല. ബ്ലാക്ക്ബെറീസ് എന്താ സംഭവിക്കുന്ന അവിടെ? മ്യൂട്ടില് വെച്ചിട്ട് പറഞ്ഞതായിരിക്കും. Hello. Mute ആയിരുന്നു. Hello. മ്യൂട്ട് ആയിരുന്നു. ബ്ലാക്ക്ബെറീസ് പ്രയർ കേട്ടില്ല. പ്രയർ കേട്ടില്ല. Okay, ഒന്നുകൂടെ ചെല്ലാം, ma'am. ശരി ശരി. They shall be. പേര് വന്നോണ്ടാ മാം, അതുകൊണ്ടാ. Okay, ma'am. They shall be showers of blessing. This is a promise of love. They shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops around are falling, but for the shower we plead. But for the shower we plead. Yes, ma'am. ഓക്കെ, താങ്ക് യു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നാളെ ജ്യോതി ഉദയാണ് കേട്ടോ പ്രയർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരേണ്ടത്. റെഡി അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഞാനിവിടെ പേര് എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേര് ഞാൻ നാളെ മറന്നു പോകും. അതാണ് കേട്ടോ. ഓക്കെ, ആക്ഷൻ സോങ് ആരെങ്കിലും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആക്ഷൻ സോങ് രമ്യ അരുൺ. രമ്യ. Yes, ma'am. ടുമാറോ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. Okay, ma'am. ഓക്കെ, ഓക്കെ. പിന്നെ ഇന്നലെ ഞാൻ 3 പേരോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരിഫ, മുബീന, സബീക്ക. 3 പേരാണോ? Yes, ma'am.
എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല മാം, അതില് ഒരു പോയിന്റ് ഇങ്ങനെ വവ്വൽ പറഞ്ഞിട്ട് വായിച്ചത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറെ ഒന്നുമില്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത് അല്ലേ? യെസ് മാം. സേ ഗോ ഓർ അനദർ കോമ്പിനേഷൻ ഓഫ് വവൽസ് ആൻഡ് കൺസണൻസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആ ബാക്കിയെല്ലാം ഗാഗാബ, ഗാഗ, ബാബ, മാമ ആൻഡ് ആഡ അങ്ങനത്തെ ഒക്കെ തന്നെയാണ്. ഓക്കെ, അവിടെ സബീക്ക എന്തെങ്കിലും കിട്ടിയായിരുന്നു എക്സ്ട്രാ പോയിന്റ്സ്? മാം എക്സ്ട്രാ പോയിന്റ്സ് എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്ത കേട്ടോ, അല്ലാതെ വേറെ എവിടെ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. ആ ഇവിടെ എന്റെ മോന്റെ എക്സ്പീരിയൻസ് അവനിങ്ങനെ സോങ്സ് ഒക്കെ കേൾക്കും ഫോണില്. സോങ്സ് ഒക്കെ കേട്ടിട്ട് ആ സോങ്സ് അവന് കേട്ടിട്ട് അതുപോലെ അവന് പാടാൻ കിട്ടില്ല. പക്ഷെ അതിന്റെ വേർഡ്സ് മാറ്റിയിട്ട് അവൻ്റെതായ രീതിയിൽ ആ സോങ്സ് അവന് പാടി നോക്കുന്നുണ്ട്. ഏകദേശം അതിന് ട്യൂണൊന്നും ഇല്ലെങ്കിലും അവന് ഏത് പാട്ടാ പാടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാനാ ലുട്ടാപ്പി പറഞ്ഞൊരു പാട്ടുണ്ട്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്, അവൻ കേക്കാണ്. അപ്പൊ അത് ലുട്ടാപ്പി എന്ന് അവന് പറയാൻ വയ്ക്കൂല. അപ്പൊ അവന് കുട്ടാപ്പ എന്നാണ് അത് കിട്ടുക. അപ്പൊ ഞാനാ കുട്ടാപ്പ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് അങ്ങനെ അവൻ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 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 ഇല്ല. കുട്ടിക്ക് എത്ര ഏജ് എത്രയാ? ഇപ്പൊ 2 മാസം, ഇപ്പൊ 2 വയസ്സ്. 2 വയസ്സല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു സോങ്ങിന്റെ കാര്യമാണ് അല്ലെ എടുത്ത് പറയാനുള്ളത് അല്ലേ? എടുത്ത് പറയാൻ കണ്ടത് അതാണ്. ഓക്കെ ഓക്കെ, പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതൊന്ന് നോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ടാ. മുബീനെ കേറിയിട്ടുണ്ടോ? മുബീനെ കേറിയിട്ടില്ലെന്നാണ് അല്ലേ? ഓക്കെ, നമ്മൾ ഇന്നലെ എത്ര 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആണോ പറഞ്ഞത്? 12 to 17 months ആണോ പറഞ്ഞു നിർത്തിയത്? 12 to 17 months അല്ലേ? ഓക്കെ, ഇനി 18 to 23 months ആണ് കേട്ടോ പറയുന്നത്. 18 to 23 months, അതായത് 18 മാസം തുടങ്ങി 23 മാസം വരെയുള്ള കുട്ടികളുടെ ആ ഒരു ഇതാ പറയുന്നത് കേട്ടോ. 2 വയസ്സ്, ഓക്കെ, 2 വയസ്സാവാൻ പോകുന്ന കുട്ടികളുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ മാം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെ ഒരു ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് വെച്ചാല് ആദ്യം ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എന്തെങ്കിലും പറയണതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണതോ അവര് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അങ്ങോട്ട് ഒരു ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, ചിരിയാണ് പിന്നെ സ്മൈലാണ് ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയണത് അല്ലെ കുട്ടിയായിരിക്കുമ്പോ. അപ്പോ സ്മൈൽ അല്ലെങ്കിൽ ക്രൈ പറയുക അല്ലെങ്കിൽ സ്മൈൽ, അങ്ങനെയല്ലേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ, കുട്ടി സ്മൈൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ 6 months അല്ലെങ്കിൽ 5 months വരെ കുട്ടി ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, അപ്പൊ നമ്മൾ എപ്പോഴാണ് ഈ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കേണ്ടത്? നമ്മൾ എപ്പോഴാണ് ഈ ഡോക്ടറെ കാണിക്കേണ്ടത്? അത് നമ്മള് എന്താ പറയാ, നമ്മൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടി കരച്ചിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ? കുട്ടി കരയും എപ്പോഴും അല്ലെ? ഓക്കെ, കരയല്ലേ കൂടുതൽ കുട്ടികൾ ചെയ്യുക ആ ഒരു സമയത്ത്? ക്രൈ അല്ലേ ഉണ്ടാവുക? അതെ. ആ ഒരു സിംറ്റം അല്ലെങ്കിൽ എന്താണ്, ആ കരച്ചിലൊക്കെ എന്താണ് കുറവാണ് കാണുന്നതെങ്കിൽ എന്താണ്, നമ്മൾ ഉടനെ തന്നെ എന്താണ് ഡോക്ടറെ കാണിക്കുക. ഇപ്പൊ നമ്മളിപ്പോ തന്നെ മൂവീസിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കരച്ചിൽ എന്ന് പറയുന്നത്, ജനിക്കുന്ന ന്യൂ ബോൺ ബേബിയെ സംബന്ധിച്ച് ക്രൈ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. കാരണം കുട്ടി കരഞ്ഞില്ലെങ്കിൽ എന്താണ്, ഇതൊരു പ്രോബ്ലം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എത്രയോ മൂവീസിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ മൂവീസിലൊക്കെ കരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയുടെ? ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലൊരു കുട്ടിയുണ്ട്. ഇപ്പൊ ഒരു 30 വയസ്സിരിക്കും ആ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടി ജനിച്ചൊരു 40 ദിവസം വരെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ജനിച്ചപ്പോ ഒന്നും പ്രശ്നമില്ല, പക്ഷെ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു 40 days ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് ഭയങ്കര കരച്ചിലും നിർത്തുന്നില്ല.
അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ആ കുട്ടിക്ക് എന്തോ സ്പൈറൽ മസ്കുലാർ ഡിസ്ട്രോഫി പറഞ്ഞിട്ട് ഒരു ഫിസിക്കൽ ഡിസേബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഇപ്പൊ ഇതുവരെ 30 വയസ്സ് വരെ ബെഡ് റിഡൻ ആണ്. ആണല്ലേ? ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ വയ്ക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആളെ സംബന്ധിച്ച് ഓവർ ക്രൈങ് ആയിരുന്നു അല്ലെ ചെറുപ്പത്തിലെ? പ്രഗ്നൻസി ടൈമിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ അമ്മ. പക്ഷെ കുട്ടിക്ക് ഇങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. വേറെ ഒന്നും ചെയ്യില്ല, ഓൺലി ക്രൈങ്, അതായിരുന്നു സിംറ്റം. ഓക്കെ. അപ്പൊ അതായത് നമുക്ക് മനസ്സിലാവുമല്ലോ കുട്ടിക്ക് സാധാരണയുള്ള അബ്നോർമാലിറ്റീസ് എന്താണ്, അതായത് നോർമൽ ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിഞ്ഞില്ലെങ്കിലും എന്താണ്, നമ്മുടെ മുതിർന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛമ്മ, അല്ലെങ്കിൽ എന്താണ് അമ്മമ്മ, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ്, ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പൊ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ എന്താണ്, അവർക്കത് നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം കഴിവുണ്ട് കേട്ടോ. അവര് പ്രത്യേകം സ്കിൽഡ് ആണ് അതിനകത്തുള്ള കാര്യങ്ങളില്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ അമ്മനേക്കാളും കൂടുതൽ അമ്മമ്മയ്ക്കായിരിക്കും അറിവുണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്താണ്, പ്രത്യേകം അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു അബ്നോർമാലിറ്റി തോന്നുവാണെങ്കിൽ തന്നെ എന്താണ്, അവരത് നോട്ട് ചെയ്യും. അത് നോട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് പറയുന്നത് കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് എന്താണ്, നമുക്കിതൊന്നും അറിയുന്നുണ്ടാവില്ല. കാരണം നമുക്ക് ഇതിനകത്ത് അധികം കാര്യങ്ങളൊന്നും തന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ല. അവരെന്ന് പറഞ്ഞാൽ എന്താണ് ധാരാളം, അതായത് കുഞ്ഞിലേ തുടങ്ങി അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു കുറെ തലമുറ കണ്ടിട്ടാണ് അവര് വരുന്നത് അല്ലെ. കുറെ പേരക്കുട്ടികളെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നവരാണ് അവര്. അപ്പൊ അവർക്ക് അത് പ്രത്യേകം എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നുണ്ടാവുക. അപ്പൊ എന്തെങ്കിലും ഒരു കാരണവശാല് ഒരു അബ്നോർമാലിറ്റി കുഞ്ഞിന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇപ്പൊ ക്രൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓവർ ക്രൈയിങ് ആണ്, അതും ഒരു പ്രശ്നം തന്നെയാണ്. കരയാത്ത കുട്ടിയാണെങ്കിലും ഭയങ്കരമായിട്ട് ഏത് സമയവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും എന്താണ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ്. ഇപ്പൊ ആദ്യം എന്താ പറയാ, ഡെലിവറി കഴിഞ്ഞ് ഇപ്പൊ ഒരു 3 മാസം 2-3 മാസം ആ ഒരു സമയത്തൊക്കെ എന്താണ്, കുട്ടി ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരിക്കും രാത്രിയൊക്കെ. നമുക്കൊന്ന് ഉറങ്ങാൻ, ഇപ്പൊ അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാം, എന്താണ് ഉറങ്ങാനൊന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല. ചിലവര് പാല് കുടിക്കാത്ത കുട്ടികളുണ്ട് അല്ലേ. നമ്മൾ ഫീഡ് ചെയ്താലും എന്താണ്, ആ ഒരു പാല് കുടിക്കാൻ കൂട്ടാക്കാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, രാത്രി ആയാലും പകലായാലും ഒക്കെ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നൊക്കെ പറയുന്നത് എന്താണ്, നോർമൽ ആണ് അതൊക്കെ. ഒരു 2-3 മാസം വരെയൊക്കെ എന്തുണ്ടാവും, ആ ഒരു പ്രോബ്ലംസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും, കരച്ചിലും അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ സാധിക്കാതെ വരെ, കുട്ടികൾക്ക് ഉറക്കം ഉണ്ടാവാതിരിക്കുക. പകലൊക്കെയാണ് അവർ കൂടുതലും കിടന്നുറങ്ങുന്നത് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അധികം പ്രശ്നമില്ല. അതും കഴിഞ്ഞ് അതായത് 3 മാസം 4 മാസം 5 മാസം ആ ഒരു സ്റ്റേജിലൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെയാണ്, മുമ്പത്തെ പോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. ഓക്കെ. പിന്നെ ഫർദർ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ്, ഡോക്ടർ അത് നമ്മളോട് പറയുകയും ചെയ്യും കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? അങ്ങനെ തന്നെയല്ലേ കുഞ്ഞുങ്ങൾ 3 മാസം വരെ കരച്ചിലായിരിക്കില്ലേ അല്ലേ? അതെ. ഓക്കെ. നെക്സ്റ്റ് 18 to 23 മന്ത്സ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് പോയിന്റ് വരുന്നത് വൊക്കാബുലറി ഓഫ് 50 വേർഡ്സ് കേട്ടോ. വൊക്കാബുലറി ഓഫ് 50 വേർഡ്സ് എന്താ പറയുന്നേ? വൊക്കാബുലറി ഓഫ് 50 വേർഡ്സ് എന്താ? 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ 50 വേർഡ്സ് പറയോ വൊക്കാബുലറി? കളേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് പേരൊക്കെ പറയാൻ നോക്കും. അതൊക്കെ പറയാൻ ആ ശരിയാണ്. അതായത് ഒരു ദിവസം മിനിമം എന്ത് ചെയ്യും, 50 വേർഡ്സ് എങ്കിലും അവർ പറയുമെന്നാണ് പറയുന്നത് കേട്ടോ. 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമുണ്ടോ ഞാൻ പറയുന്നേ. അതായത് പറയാനായിട്ട് അവർ ശ്രമിക്കും, സൗണ്ട്സ് അവരുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ. പ്രൊനൗൺസിയേഷൻ ഈസ് ഓഫൺ അൺക്ലിയർ. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ സബീബ കുഞ്ഞിന്റെ? ഈ 50 വേർഡ്സ് 50 വേർഡ്സ് പറയുന്നേ അല്ല അല്ല അല്ല. അവന്റെ ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ? ഏതെങ്കിലും ഒരു വേർഡ്സിന് എങ്ങനെയാണ് കുഞ്ഞു പറയുന്നതെന്ന്? ആനല്ല, അത് ആരാന്നൊക്കെ ശരിക്കും അറിയാം. ഓനിപ്പോ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ മാമു എന്ന് പറയും. സാധാരണ കുട്ടികളൊക്കെ തന്നെയാണല്ലോ പറയാറ്.
എന്താ ചോറ് എന്ന് പറയില്ല, മാമു എന്ന് പറയും. അതേമാതിരിക്ക് നമുക്ക് അപ്പങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പു എന്ന് പറയും. ആ. അതൊക്കെയാണ് മെയിൻ ആയിട്ട് അവന്റെ കാര്യങ്ങളിൽ വരുന്നത്, ഭാഷയിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എന്തായിരുന്നു? വൊക്കാബുലറി ഓഫ് 50 വേർഡ്സ്, പ്രൊനൗൺസിയേഷൻ ഈസ് often unclear. And next one, ask for common foods by name. ശരിയാണോ? Ask for common foods by name. നിങ്ങളോട് അവര് ഇന്ന ഫുഡ് ആണെന്ന് ചോദിക്കോ? നെയിം വെച്ച്, പേര് വെച്ചിട്ട് ചോദിക്കോ നിങ്ങളോട് ഇന്ന ഫുഡ് വേണം എന്ന് പറയോ? പറയും. എന്റെ മോളിന് 2 വയസ്സാണ്. 2 വയസ്സാണല്ലേ? ഏതാണ് അനു പറയുന്നത്? കുഞ്ഞെന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താ എപ്പോഴും? ഫുഡ് ഏതാ? അല്ല, എന്ത് കണ്ടാലും ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ എന്ത് കണ്ടാലും പറയും. ബനാന എന്നല്ല മനാന എന്ന് പറയും, ആപ്പിൾ എന്ന് പറയും. പിന്നെ എല്ലാ ഫ്രൂട്ട്സും ചോദിക്കും. ഗ്രേപ്സ് അങ്ങനെ എല്ലാം ചോദിച്ച് തന്നെ ആള് കാണിച്ച് തന്നെ പറഞ്ഞു തരുമല്ലോ. പറഞ്ഞിട്ടോ അല്ലെ? ഓക്കെ. അപ്പൊ പേര് വെച്ചിട്ട് പറയാൻ ആരംഭിക്കും കേട്ടോ. ഫുഡ്സിന്റെ പേരുകൾ എന്താണ് അവര് പറയാനായിട്ട് തുടങ്ങും, ചോദിക്കാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ്, മേക്സ് ആനിമൽ സൗണ്ട് സച്ച് ആസ് മൂ. നേരത്തെ സബിയൊക്കെ പറഞ്ഞല്ലേ? മൂ വെച്ചിട്ട് പറയില്ലേ? മൂ പറയും. മേക്സ് ആനിമൽ സൗണ്ട് സച്ച് ആസ് മൂ. ആ ഒരു വേർഡ് അവര്, ആ ഒരു സൗണ്ട് അവര് പറയാനായിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ടു കമ്പൈൻ വേർഡ്സ് സച്ച് ആസ് മോർ മിൽക്ക്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടു കമ്പൈൻ വേർഡ്സ്, അതായത് കമ്പൈൻ ചെയ്യുന്നത്, വേർഡ്സുകളെ തമ്മില് കമ്പൈൻ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അവരത് എന്താണ്, ഓരോ വേർഡ്സുകളും എന്താണ് കൂട്ടി കൂട്ടി എന്താണ് കമ്പൈൻ വേർഡ്സ് ആക്കാനായിട്ട് അവര് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ബിഗിൻസ് ടു യൂസ് പ്രോനൗൺസ് സച്ച് ആസ് മൈൻ. അതായത് പ്രോനൗൺസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അതായത് എന്റെ എന്ന് പറയാറുണ്ടോ അവര്? സബീക്ക, എന്റെ എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. എന്റെ എന്നുള്ളൊരു ആ ഒരു വാക്ക്, അതായത് ഞാൻ, എന്റെ എന്നുള്ളൊരു ഇത് അവർക്ക് വന്നു തുടങ്ങുന്നത് ഏത് ഇയറിലാ? ഈ ഒരു 2 വയസ്സൊക്കെ ആവുമ്പോഴാണ് കേട്ടോ. അനു പറയാറുണ്ടോ കുഞ്ഞങ്ങനെ? എന്റെ എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ട്. പറയാറുണ്ട് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ യൂസസ് 2 വേർഡ് ഫ്രേസസ്. 2 പദവാക്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എന്താണ് സെന്റൻസ് ആക്കാനായിട്ട് ശ്രമിക്കും. 2 വേർഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും കുഞ്ഞുങ്ങള്? സെന്റൻസ് ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്? 18 to 23 മന്ത്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാര്? എഗ്രി ചെയ്യുന്നുണ്ട്. എഗ്രി ചെയ്യുന്നുണ്ട്. അനു എഗ്രി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇപ്പൊ അവര് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു വേർഡ്സ്, ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു ഇതുണ്ടോ? സെന്റൻസ് നിങ്ങളുടെ അടുത്തുണ്ടോ? സബിക്കയുടെ ഇതായാലും അല്ലെങ്കിൽ അനുവിന്റെ ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ കുഞ്ഞു പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവന് ഇപ്പം മിഠായി എന്തെങ്കിലുമൊക്കെ കൊടുത്താല് അത് എന്താ ആരാ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാല് അത് പപ്പ മിഠായിന്നേ പറയുള്ളൂ. കൊണ്ടുവന്നു അങ്ങനെയൊന്നുമില്ല, പപ്പ മിഠായി തന്നത് പപ്പയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ മിഠായി എന്ന് മിഠായി എന്നല്ല, അവന്റെ രീതിയിൽ പപ്പ തന്നു എന്നേ പറയുള്ളൂ. അപ്പൊ അതായത് അവിടെ നമ്മൾ പപ്പ തന്നു എന്ന് പറയുന്നത് എന്താണ്? 2 വേർഡ്സിനെ തമ്മിൽ എന്താണ് കുറിച്ച് എന്താ പറയാ കമ്പൈൻ ചെയ്യാൻ അല്ലെ? അതായത് ഒരുമിച്ച് പറയാനായിട്ടാണ് കുഞ്ഞ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോ അത് പ്രധാനപ്പെട്ട ഒന്നാണ്. വേർഡ്സുകൾ തമ്മിൽ എന്താണ് സെന്റൻസ് ആക്കാനായിട്ട് കുഞ്ഞ് ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഏജിലാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതുമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിനോട് ആഡ് ചെയ്യുന്ന എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യില്? 18 തുടങ്ങി 23 മന്ത്സ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കണ്ടു പഠിക്കും. ഇപ്പൊ എന്റെ കൊച്ച് ഫോണിലൊക്കെ നമ്മൾ ഡാൻസ് ഒക്കെ കാണുകയാണെങ്കിൽ ആൾ ആ സ്റ്റെപ്പ് ഒക്കെ നോക്കിയിട്ട് അതുപോലൊക്കെ തന്നെ കാണിക്കും. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങൂലേ? ആൾക്കാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ. ഇപ്പൊ വേറെ വാവകളെയൊക്കെ കാണുകയാണെങ്കിൽ ആ വാവ അങ്ങനെ ഉറങ്ങി, അങ്ങനെ കിടന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരും. ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇനി വേറെ ആരാ പറയാ?
വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ കണ്ടു വന്നിരിക്കുന്നത്? ഇല്ല. രമ്യ അരുൺ, എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ എക്സ്ട്രാ? ഇല്ല. ഇല്ല മാം. ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. 18 to 23 months ആണ് കേട്ടോ പറയുന്നത്. Vocabulary of 50 words. Vocabulary of 50 words. Pronunciation is often unclear. Pronunciation is often unclear. Next point. Ask for common foods by name. Ask for common foods by name. Ask for common foods by name. Next point. Makes animal sounds. ആ സെന്റൻസ് ഒന്നുകൂടി പറയുമോ? ഞാൻ കേട്ടില്ല. Okay, ഞാൻ പറയാം. Ask for common foods by name. Ask for common foods by name. Makes animal sounds such as moo. Makes animal sounds such as moo. Talking to combine words. Talking to combine words. ഒന്നുകൂടി പറയാമോ മാം? Talking to combine words. Talking കേട്ടോ പറയാനായിട്ട് ആരംഭിക്കുന്നു combine wordsകൾ. Talking to combine words. Begins to use pronouns. Begins അടുത്ത പോയിന്റ് ആണ് കേട്ടോ. Begins to use pronouns. Begins to use pronouns such as mine. Begins to use pronouns such as mine. എൻ്റെ ട്ടോ mine. M-I-N-E. Next, uses two-word phrases. Uses two-word phrases. രണ്ട് വേർഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് സെന്റൻസുകൾ ആക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. Uses two-word phrases. P-H-R-A-S-E-S phrases. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ഏജ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് എത്രയായിരിക്കും ഏജ് വരുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, എത്ര ഏജ് ആയിരിക്കും വരിക?
2 to 4 years. 3 to 4 years. 2 to 3. years കേട്ടോ. 2 തുടങ്ങി 3 വയസ്സ് വരെ. ആ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരാരൊക്കെയാ? 2 to 3 years. അമൃത അനീഷ്. വെൽക്കം അമൃത അനീഷ്. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എന്തൊക്കെയാണ് കുഞ്ഞില് കാണുന്ന പ്രത്യേകതകള് ഈ ഒരു ഏജില്? എന്താണ് അവന്റെ എന്ത് കുട്ടിയാണ്? ബോയ് ഓർ ഗേൾ? ബോയ് ആണ്. ബോയ് ആണ് അല്ലെ? അവനെല്ലാം കാണുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്? 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള ആ ഒരു ഇതാണ് അറിയേണ്ടത് കേട്ടോ. അവന് ഇപ്പോഴും പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയായിട്ടില്ല. അവൻ പറയണത് നമുക്ക് മനസ്സിലാവും, നമ്മ പറയണത് അവനും മനസ്സിലാവും. അവൻ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറയും. പിന്നെ സെന്റൻസ് ആക്കി പറയാനൊന്നും അറിഞ്ഞൂടാ, അറിയില്ല. 1-2 വേർഡ് ഇങ്ങനെ പറയും. അപ്പൊ നമ്മളത് ബാക്കി സെന്റൻസ് ആക്കി പൂരിപ്പിച്ച് മനസ്സിലാക്കണം അവൻ പറയുന്നത്. അങ്ങനെ പിന്നെ സംസാര രീതിയൊക്കെ ഇങ്ങനൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു ഇവൻ കുറച്ച് ബാക്കോട്ടാണ് സംസാരിക്കാനായിട്ട് തോന്നുന്നു. ഇവന്റെ പ്രായത്തിലുള്ള വേറെ കുട്ടികളൊക്കെ ഇതിനേക്കാളും മെച്ചപ്പെട്ട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഉള്ളിൽ അല്ലെങ്കിൽ എന്താ പറയാ മുകളിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ചൂണ്ടിക്കാണിക്കും, ആക്ഷൻ കാണിക്കും. ഓക്കെ, ഉള്ളിലാണ് അല്ലെങ്കിൽ മുകളിലാണെന്നുള്ള ആക്ഷൻസ് കാണിക്കും. ഓക്കെ ഓക്കെ. പിന്നെന്താ പറയാ, നിന്റേത് അല്ലെങ്കിൽ എന്താണ് എന്റേത് അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവന്റെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? എന്റേന്ന് പറയും. എന്റേന്ന് വെച്ചാല് എന്റേന്നല്ല, നാൻഡാന്ന് പറയാ അവന്റെ ഭാഷയില്. നാൻഡാന്ന് പറയും. പിന്നെ അവന്റെ നിന്റേന്നൊന്നും പറയാറില്ല. നാൻഡാന്ന് പറയാല് എപ്പോഴും. ഇനി അതുപോലെ തന്നെ എന്താ ഭയങ്കരമായിട്ടുള്ള എന്താ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, എനിക്ക് സന്തോഷമായി അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഹാപ്പിയാണ് അല്ലെങ്കിൽ വലുതാണ് അങ്ങനെയൊക്കെ പറയാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല മാം, അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ? ഓക്കെ. എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? ഭയങ്കര സന്തോഷം വരുമ്പോള് മുഖമൊക്കെ ആകെ വിടർത്തി ചിരിച്ച് ചിലപ്പോ ചാടിത്തുള്ളും, കൈ കൊട്ടും, അങ്ങനെയൊക്കെ. ഇപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ അച്ഛൻ പുറത്തുനിന്ന് പോയി വരികയാണ്, എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ മിഠായി ആണെന്നുണ്ടെങ്കിലും അവനപ്പോ ഭയങ്കര സന്തോഷാവും കാണുമ്പോൾ. അവൻ പറയാണ്ട് തന്നെ കൊണ്ടുവന്നതാണെന്നപ്പോ അവന് മനസ്സിലാവുമല്ലോ, വിചാരിക്കാണ്ട് കിട്ടണാണല്ലോ പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും അത്. എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, എക്സ്പ്രഷൻ ഉണ്ട് അല്ലേ? ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മളെ ഹാപ്പിയില് അല്ല കുഞ്ഞ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പൊ വലുതെന്നുള്ള രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? വലുത്, ചെറുത്, കൂടുതലും വലുതാണ് അല്ലെ? വലിയ കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ താല്പര്യം കാണാനും. അതുപോലെ തന്നെ എന്താണ് അത് സ്വന്തമാക്കാനും. വലിയ ഇപ്പൊ ടോയ് ആണെങ്കിൽ എന്താണ് വലുതിനല്ലേ ഇവര് നോക്കുള്ളൂ. അതുണ്ട് അല്ലെ? ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ 2 വയസ്സിനും 3 വയസ്സിനും ഇടയില്? എന്റെ മോന് 2.5 വയസ്സ്. 2.5 വയസ്സ്. ഓക്കെ, നൗഷി വെൽക്കം. പറഞ്ഞോളൂ, എന്തൊക്കെയാ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാ കുഞ്ഞിന്റെ ലാംഗ്വേജിലുള്ള? അമൃത പറഞ്ഞ പോലെ തന്നെയാണ് വാന് ഇതില് സംസാരിക്കുന്നതിൽ കുറച്ച് ബാക്കാന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളിലും. ബാക്കിയുള്ള കുസൃതികളൊക്കെ നല്ലോണ്ട്. വികൃതി ഉണ്ട്. അതുപോലെ അതിമന്ന് ചാടുക, ജനൽമന്ന് ചാടുക, ടേബിൾമന്ന് ചാടുക, അതൊക്കെ ഭയങ്കര കൂടുതൽ. പക്ഷെ സംസാരം കുറച്ച് കുറവാണ് അല്ലേ? ഓക്കെ. അതുപോലെ എന്തെങ്കിലും പസിൽസ് ഒക്കെ നമ്മൾ ചെറിയ പസിൽസുകളൊക്കെ കിട്ടുള്ളൂ, അനിമൽസിന്റെ അതൊക്കെ അവന് യോജിപ്പിച്ച് വെക്കും. അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ചെയ്യും. പക്ഷെ സംസാരം കുറച്ച് കുറവാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പോ വേർഡ്സുകൾ എങ്ങനെയാണ് അവര്? പോയി എന്നൊക്കെ പറയും. ഇപ്പൊ പോയി, പോയി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് പറയും. അങ്ങനെ ഇതാക്കാറുണ്ട് അല്ലെ? ഓക്കെ. നിങ്ങൾക്ക് ക്ലിയർ ആവാറുണ്ട്? പാരന്റ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലിയർ ആവാറുണ്ട്? അത് ക്ലിയർ ആവാറുണ്ട് അല്ലെ? അതുപോലെ ഞാന് എന്റേതാണ്, ഇത് കടതാണ്, അതൊക്കെ പറയും അല്ലെ?
സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ അധികം, അതായത് അപരിചിതർക്ക് മനസ്സിലാവാറുണ്ടോ കുഞ്ഞു പറയുന്നത് എന്താണെന്ന്? അതൊക്കെ മനസ്സിലാവും. അവർക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. എന്റേതാണെന്നൊക്കെ പറഞ്ഞാല് ജയ്യു, അവന്റെ പേര് ജയ്യു എന്ന് വിളിക്കും. അപ്പൊ ജയ്യുന്റെ അതൊക്കെ മനസ്സിലാവാം. ചെയ്തെന്ന് പറയും. എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ വേറെ ഒരാൾ വരികയാണ്, വേറെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ അവിടെ വരികയാണെങ്കിൽ കുഞ്ഞിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല, നിങ്ങളോട് ചോദിക്കാറുണ്ടോ അവൻ എന്താ പറയുന്നതെന്ന് ചോദിക്കാറുണ്ടോ? അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടി. അത് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴെന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ. ആര് ചെയ്തെന്നൊക്കെ ചോദിച്ചാൽ ചെയ്യൂന്ന് പറയാം അവന്റെ പേര്. ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ എന്താ എന്റെ ടോയ് ആണ്, എന്റെ കളിപ്പാട്ടമാണ്, അല്ലെങ്കിൽ എന്റെ പാലാണ്, എന്റെ ആപ്പിൾ ആണ്, അങ്ങനെയൊക്കെ എന്റെ എന്നുള്ളൊരു ഇത് വരാറുണ്ടോ? എന്റെന്നല്ല, ഞാനാന്ന് പറയാ. ഞാൻ എന്നാ പറയാ. ഞാൻ എന്നാ പറയുള്ളൂ അല്ലെ. അതായത് അവന്റേതാണെന്നുള്ള ഒരു ബോധം അവനുണ്ടല്ലോ അല്ലെ. ടോയ് ആണെങ്കിലും ഉണ്ട് അല്ലെ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നൗഷുവും ആൻസർ ചെയ്തു, അതുപോലെ തന്നെ അമൃതയും ഏകദേശം ഒരേപോലത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ഞാനപ്പോ ഒന്ന് പറയാം നിങ്ങൾക്ക്. എന്റെ മോനിക്ക് 3 വയസ്സായി. അവൻ എല്ലാം കറക്റ്റ് ആയിട്ട് പറയും. കറക്റ്റ് ആയിട്ട് പറയോ അല്ലെ? ഓക്കെ. സെന്റൻസ് ആയിട്ട് പറയും. ഇപ്പൊ മുകളിലാണെങ്കിൽ മുകളിലാന്ന് പറയും, താഴെയാണെങ്കിൽ താഴെയാന്ന് പറയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം പറയും. അതെ. മറ്റുള്ളവർക്ക് ക്ലിയർ ആവാറുണ്ടോ? മറ്റുള്ള എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറയും. ക്ലിയർ ആയിട്ട് പറയും അല്ലെ. ചില കുഞ്ഞുങ്ങൾ എന്താണ്, അതായത് ഓരോരോ ചില കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ചില കുഞ്ഞുങ്ങള് ചെറുപ്പത്തിലെ തന്നെ, അതായത് ഈ ഒരു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ 2-3 ഇയേഴ്സിൽ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയോ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. ചില കുഞ്ഞുങ്ങൾ എന്താണ് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ നടക്കാൻ ആരംഭിക്കും. പക്ഷെ ചില കുഞ്ഞുങ്ങൾ എന്താണ് കുറച്ച് ബാക്ക്ഔട്ട് ആയിരിക്കും, അതായത് കുറച്ച് വൈകിട്ടായിരിക്കും അവർ സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടായിരിക്കും അവർ മൂവ്മെന്റ് ഒക്കെ നടത്തുക. അപ്പോ ഓരോന്നും എന്താണ് വ്യത്യസ്തമാണ്. അത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു, അതായത് ആ നോർമൽ ഏജിൽ അത് സംഭവിച്ചില്ലെങ്കിലാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കേട്ടാ. ഇപ്പോ ഇവിടെ പറഞ്ഞു, നേരത്തെയാണ് എന്റെ കുഞ്ഞ് സംസാരിച്ചത്, നേരത്തെ തന്നെ വാക്കുകളൊക്കെ അവൻ പറയാനായിട്ട് ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ, പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലെ. കുഞ്ഞെന്താണ് നമ്മൾ വിചാരിക്കുന്ന ആ വയസ്സിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, അവൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കുഞ്ഞ് ഈ ഒരു ഏജിൽ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ചും കൂടി ഒരു 6 മാസം നമ്മൾ ടൈം കൊടുക്കുക. അതായത് ഇപ്പൊ ഞാനിപ്പോ ഓരോ ടൈം പീരീഡും പറഞ്ഞല്ലോ, ഇത്ര ഏജ് തുടങ്ങി ഇത്ര ഏജ് വരെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില്ല, ഒരു 6 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മള് ഡോക്ടറെ കാണിക്കണം കേട്ടോ. നേരത്തെ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. കാരണം ചില കുഞ്ഞുങ്ങൾ എന്താണ് ഹൈപ്പർ ആയിട്ടുള്ള, നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അവരൊക്കെ എന്താണ് നേരത്തെ തന്നെ സംസാരിച്ച് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പോ ഞാൻ പറയാണ് കേട്ടോ ഇവിടെ. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ടാക്കിയാൽ മതി. നോട്ടായിട്ട് ഞാൻ വേറെ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ 2 to 3 ഇയേഴ്സിൽ വരുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് know some spatial concepts such as in or on. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളത് എന്താക്കണം, അത് എന്താ ചെയ്യണ്ടേ, പറ. മലയാളത്തിലേക്ക് മാറ്റണം. മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന 2 വേർഡ്സ് ആണ്. അതാണ് ഞാൻ നേരത്തെ അമൃതനോട് ചോദിച്ചത്. ഉള്ളിൽ അല്ലെങ്കിൽ മുകളിൽ, മീതെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ അമൃത എന്തായിരുന്നു പറഞ്ഞേ? അതല്ല യൂസ് ചെയ്തിരുന്ന, പകരം ആക്ഷൻ ആണ് കാണിക്കുക. ആക്ഷൻ ആണ് കാണിക്കുക കേട്ടോ. ഓക്കെ. ചില ആക്ഷൻസ് എന്ത് ചെയ്യും, നമ്മള്
കാണിക്കും അല്ലെ. അതായത് അത് ഉള്ളിലാണ്. ഇപ്പൊ അവരുടെ ടോയ് എന്തെങ്കിലും ബക്കറ്റിന്റെ ഉള്ളിൽ പോയി, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ സിങ്കിന്റെ ഉള്ളിൽ അവരെന്തെങ്കിലും കൊണ്ടുപോയിട്ട് എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ എന്താണ് അവിടെ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യും, അവര് ചൂണ്ടിക്കാണിക്കും, ആക്ഷൻസ് കാണിക്കും. അതുപോലെ തന്നെ മീതെ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഓൺ എന്നുള്ള അർത്ഥത്തിൽ എന്താണ്, ഇപ്പൊ ടേബിളിന്റെ മുകളിൽ അവരുടെ ടോയ് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കിച്ചൺ സ്ലാബിന്റെ മീതെ അവരുടെ ചോക്ലേറ്റോ കാര്യങ്ങളോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അതവര് ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, നോസ് pronouns such as you, me or her. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ആദ്യം ആ ഒരു എത്രയാ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതില് എന്റെ എന്നുള്ള ഒരു വേർഡ് മാത്രമാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. പക്ഷെ 2 to 3 years ആവുമ്പോഴ് എന്റെ എന്ന് മാത്രമല്ല നീ എന്ന് പറയുന്ന അല്ലെ, യു എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അതുപോലെ തന്നെ ഹർ, ഹിം, അതായത് അവളുടെ അല്ലെങ്കിൽ അവന്റെ എന്നുള്ള വേർഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും അതായത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പോ എന്തെങ്കിലും ടോയ്സോ മറ്റോ കാര്യങ്ങളോ ആണെങ്കിൽ എന്താണ് അവിടെയാണെന്നുള്ള അർത്ഥത്തിൽ ആ ഒരു മീനിങ്ങിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടോയോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ ആരെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതലും എപ്പോഴും എന്താ ചെയ്യുന്നേ, അവരുടെ സാധനങ്ങൾ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാലാണ് അവർ വഴക്കുണ്ടാക്കാനായിട്ട് വരിക അല്ലെ. അത് കുഞ്ഞുങ്ങളാണ്, നമ്മൾ അധികം ഇതാക്കാറില്ല, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പോ ഇപ്പോ കുട്ടിക്ക് ചേട്ടനോ ചേച്ചിയോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ വരുമ്പോ ചിലപ്പോ ചേട്ടനും ചേച്ചിക്കും എന്താണ് കുഞ്ഞിന്റെ ടോയ് ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെ അവര് തമ്മിൽ എന്താണ് ക്ലാഷ് ഉണ്ടാകും. അപ്പൊ ചേച്ചിയോ ചേട്ടനോ എന്ത് ചെയ്യും, കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ടോയ് തട്ടിപ്പറിക്കും അല്ലെങ്കിൽ ചോക്ലേറ്റ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അപ്പോ കുഞ്ഞെന്ത് ചെയ്യും, അവിടെ കരയാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പോ അമ്മയടുത്ത് വന്ന് പറയാണ് എന്താണ്, എന്റെ ടോയ് അവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ എന്റെ ടോയ് അവള് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, എന്റെ ചോക്ലേറ്റ് അവള് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നൊക്കെ എന്താണ് ആ ഒരു ആക്ഷൻ, അതായത് അവൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് എന്താണ് നമ്മളോട് പറയാണ്. അങ്ങനെയല്ലേ അമൃത? ബ്രദർ, കുട്ടിക്ക് ചേച്ചിയോ ചേട്ടൻ ആരെങ്കിലും ഉണ്ടോ? ചേട്ടനുണ്ട്. എന്താ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞേ. ഇത് ഡെയിലി ഇതേപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ടോയ്, അല്ലെങ്കിൽ ടിവിയുടെ റിമോട്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അവൻ എടുക്കുമ്പോ അപ്പൊ തന്നെ ചെറിയ ആൾക്ക് വേണം. അവൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവന് പ്രശ്നമില്ല. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടി നടക്കും. അപ്പൊ എന്നെ വിളിച്ച് അവിടെ ഉറക്കം നിലവിളിക്കും. അപ്പൊ ഞാൻ ചെന്ന് എന്താ കാര്യം രണ്ടുപേരോടും ചോദിക്കും. ചെറുത് പറഞ്ഞ് മനസ്സിലാവും, എന്നാലും മൂത്താളോടും കൂടി ഒന്ന് ചോദിക്കും. അപ്പൊ അവൻ ഉള്ള കാര്യം പറയും. അപ്പൊ ഞാൻ കൊടുക്കാൻ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോൾവ് ആക്കാറുണ്ട്. അല്ലെ? പരാതി പറയാറില്ലേ കുഞ്ഞ്? അല്ലെ, അവൻ കൊണ്ടുപോയി അല്ലെങ്കിൽ അവള് കൊണ്ടുപോയി കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അവൻ അല്ലെ, ഹിം എന്നുള്ള ഒരു വാക്ക് വേർഡ്സ് കുഞ്ഞ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഹർ, അവള് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും. അതുപോലെ യു, നീ എന്നുള്ളൊരു വാക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഏജിലാണ് കേട്ടോ. ഓക്കെ, ഇനി നോസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് സച്ച് ആസ് ബിഗ് ഓർ ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ബിഗ് ഓർ ഹാപ്പി. ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വാക്കുകൾ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് എക്സ്പ്രഷൻ ചെയ്യാനാ ശ്രമിക്കുക കേട്ടോ. എക്സ്പ്രഷൻ കാണിക്കാനാണ് ശ്രമിക്കുക. ഇപ്പൊ നമ്മള് കുഞ്ഞിനെയും കൊണ്ട് ഒരു ഉത്സവം കാണാൻ പോയി എന്ന് വിചാരിക്കാം. അവിടെ ആന ഉണ്ടായിരുന്നു. ഓക്കെ, കുഞ്ഞിന് ഉത്സവം കാണിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ വീട്ടിലുള്ള മറ്റുള്ളവർ ചോദിക്കുകയാണ് കുഞ്ഞിനോട് എന്താ അവിടെ കണ്ടത്. അപ്പൊ കുഞ്ഞ് പറയാണ് ഒരു വലിയൊരു സംഭവത്തെ കണ്ടെന്ന് പറയാം. എന്താ പറയാ, ഒരു വലിയ എന്നുള്ളൊരു, നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയല്ലേ അമൃത? അമൃത പോയോ? ഇല്ല മാം, ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയല്ലേ വലുത് എന്നുള്ളൊരു അർത്ഥത്തിലല്ലേ വരുന്നത്. എങ്ങനെയാ അവര് കാണിക്കുന്നേ, എക്സ്പ്രഷൻ കാണിക്കുന്നേ? വലുതെന്ന് പറയാറില്ല, എക്സ്പ്രഷൻ എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ടൊക്കെ കാണിക്കും. കൈ കൊണ്ടാണ് കൂടുതലും ഇത് ചെയ്യുന്നത് കേട്ടോ. വലുത് എന്നുള്ള അർത്ഥത്തില് അതെന്തോ ഒരു സംഭവമാണ് അവർക്ക് അല്ലെ. ബിഗ് എന്ന് പറയുന്നത് എന്താണ്, എന്തോ ഒരു സംഭവം പോലെയാണ് അവര് കാണുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം വരുമ്പോ എന്താണ് അവര് അതുപോലെ തന്നെ എന്ത് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും കുഞ്ഞുങ്ങള് ഈ ഏജില് കാര്യങ്ങള് ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂസസ് 3 word sentences. അതായത് 3 വാക്കുകൾ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വേർഡ്സ് വെച്ചിട്ടാണ്. പക്ഷെ ഈ ഒരു 2 to 3 years ആകുമ്പോ എന്താണ്
3 വേർഡ്സ് വെച്ചിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇനി സ്പീച്ച് ഈസ് ബിക്കമിങ് മോർ ആക്യുറേറ്റ്. ഓക്കെ, അവരുടെ സംസാരം എന്ന് പറയുന്നത് മുമ്പത്തെക്കാളും എന്താണ്, കുറച്ചും കൂടി ആക്യുറസി വരും. ഓക്കെ, ആക്യുറേറ്റ് ആവും, കുറച്ചും കൂടി കൃത്യമാകും അവരുടെ വാക്കുകൾ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, കൃത്യമാകില്ല, പ്രൊനൗൺസിയേഷൻ മേ നോട്ട് ബി ക്ലിയർ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് വരുമ്പോ എന്താണ്, ആക്യുറേറ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും, പറഞ്ഞു ചില ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഇനി അതെല്ലാം നോർമൽ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഞാനിവിടെ പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവും, അതുപോലെ തന്നെ എന്താ പറയാ, അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്താ പറയാ, സ്ട്രേഞ്ചേഴ്സിന് ചിലപ്പോൾ കുട്ടികൾ പറയുന്ന വാക്കുകള് അല്ലെങ്കിൽ അവര് പറയുന്ന സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവര് പറയുന്ന സെന്റൻസ് മനസ്സിലാവാതെ വരും. ഓക്കെ, ഇപ്പൊ പുറത്തുനിന്നുള്ള ഒരാള് അല്ലെങ്കിൽ നെയ്ബർ ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ കുട്ടി പറയുന്നത് കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. എന്താ പറയുന്നത് അവർക്ക് വ്യക്തമായില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 2 അല്ലെങ്കിൽ 3 വേർഡ്സ്, അതായത് 3 വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് സെന്റൻസ് പറയും. പക്ഷെ സെന്റൻസ് കൂടുതൽ ആക്യുറേറ്റ് ആവും, നമുക്കത് മനസ്സിലാവും. പക്ഷെ പുറത്തുള്ളവർക്ക് എന്ത് ചെയ്യില്ല, അത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോ സാധിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, എന്താ കുഞ്ഞു പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവര് പാരന്റ്സ് എന്ത് ചെയ്യും, അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ അടുത്തത് ആൻസേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ആൻസർ അവർ തരും. ഇപ്പൊ എന്താണ്, മാമിക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാല് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ആക്ഷൻസ് കാണിക്കും അല്ലെ. കൂടുതൽ പറയല്ല, ചില സമയത്ത് അവർ പറയുള്ളൂ, ആക്ഷൻസ് ആണ് കൂടുതൽ കാണിക്കുന്നത്, വേണം എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, ഫുഡൊക്കെ വേണമെന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, മൂളുള്ളൂ. ഇനി വേണം എന്താണ് എടുത്തു പറയുന്ന കുഞ്ഞുങ്ങൾ എവിടെയുണ്ട്, ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചു വരും ചിലപ്പോ, അമ്മ എനിക്ക് വേണം. ചിലപ്പോ അത് എനിക്ക് വേണം എന്ന് ക്ലിയർ ആവണമെന്നില്ല, വേണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ എന്ത് പറയുന്നേ, കുഞ്ഞുങ്ങള് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്, കൂടുതലും എന്താ പറയാ, എന്റെ അല്ലെങ്കിൽ നീ, യു ഓർ ഐ, ആ ഒരു പ്രോനൗൺ കൂടുതലായിട്ട് കുഞ്ഞ് യൂസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താ പറയാ, ഇപ്പൊ ഇവിടെ പറയുന്നത് യൂസസ് ക്വസ്റ്റ്യൻസ് ഇൻ സെക്ഷൻ 2 ആസ്ക് ഫോർ സംതിങ് സച്ച് ആസ് മൈ ബോൾ. അതായത് ഇപ്പൊ കുഞ്ഞിനോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് നിന്റേതാണോ അല്ലെങ്കിൽ ഇത് ആരുടേതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ബോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, അത് എന്റെ ബോളാണ്, മൈ ബോൾ, എന്റെ ആണെന്നുള്ളൊരു ബോധ്യം കുഞ്ഞിന് ഉണ്ടാവാൻ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. ഇപ്പൊ നേരത്തെ അമൃത പറഞ്ഞു റിമോട്ട് എടുക്കുന്നു അല്ലെ, അല്ലെങ്കിൽ എന്തൊരു ടോയ് എടുക്കുന്നു. അപ്പൊ മൂത്ത കുട്ടി എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എടുത്തില്ലെങ്കിൽ എന്താണ്, അവനും കുഞ്ഞിനും കുഴപ്പമില്ല, എന്താ പറയാ, എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് എടുത്തില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, ചേട്ടൻ അത് തൊട്ടില്ലെങ്കിൽ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല, ചേട്ടൻ തൊട്ട് കഴിഞ്ഞാലാണ് വരുന്നത്, അവിടെ ക്ലാഷ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ എന്ത് വരും എന്റെ മനസ്സില്, എന്റേത്, എന്റെയാണ്, എന്റെ റിമോട്ടാണ്, എന്റെ ടോയ് ആണെന്നുള്ള എന്ത് വരും, അവിടെ ഒരു മൈൻഡ് അവന് അവിടെ വരും. അപ്പൊ കൂടുതൽ എന്റേതാണെന്നുള്ള ഒരു ചിന്ത കൂടുതൽ കുഞ്ഞിന് വരാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. ഓക്കെ, എന്റേതെന്നുള്ളൊരു വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള നൗൺസ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മാം എന്റേതെന്ന് മാത്രമല്ലാണ്ട് പറയൂല, ഇത് എനിക്ക് അപ്പൊ ഒരു കളിപ്പാട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെയാണ്, എനിക്ക് മാമ മേടിച്ചതാണ് അല്ലെ മാമി മേടിച്ചതാണ്, ഇങ്ങനെ ഒക്കെ അപ്പോഴേ തൊട്ട് പറയുമായിരുന്നു. പറയുമായിരുന്നു അല്ലെ. ഓക്കെ, അതാണ് 3 വേർഡ്സ് ഞാൻ പറഞ്ഞല്ലോ. 3 വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവർ തുടങ്ങും. അതായത് ഇപ്പൊ എന്റേതാണ്, മാമൻ മേടിച്ചു എന്ന് പറയുന്നത് എന്താ, 3 വേർഡ്സ് ജോയിൻ ചെയ്തിട്ടല്ലേ സെന്റൻസ് ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ടും ഞാൻ പറഞ്ഞത് അവരിലൊരു ബോധ്യം വരികയാണ്, എന്റേത് അല്ലെങ്കിൽ നിന്റേത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുന്നത് ഏത് സ്റ്റേജിലാണ്, ഏതാണ്, അതായത് ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ടോയ് ആണെന്നുള്ളൊരു ബോധ്യം, അവർക്കൊരു തിരിച്ചറിവാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ തിരിച്ചറിവ് വരുന്നത് ഏത് സ്റ്റേജിലാ, ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. 2 to 3 years കേട്ടോ.
ഓക്കെ, എന്റേത് നിന്റേത് എന്നുള്ള എന്താണ് ഒരു ആ കുട്ടിക്ക് എന്താണ് ഏകദേശം ഒരു ധാരണ അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. മനസ്സിലായോ രതി? യെസ് മാം. അത് വേറൊരു കുട്ടി ഇതുപോലെ 3 വയസ്സാവണേന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് അംഗൻവാടിയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോ വന്നു. അപ്പൊ ആ കൊച്ചു ഇതുപോലെ ഒട്ടും സംസാരിക്കൽ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അവർക്ക് വിടാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ അവിടെ അംഗൻവാടിയിൽ പിള്ളേരില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് വിട്ടു, അവളെ ഞാൻ സംസാരിപ്പിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് എന്നാലും അവർക്ക് അവള് ബാത്റൂമിൽ പോണോന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞപ്പോഴും ചേച്ചി കൊണ്ടുപോവാന്നും പറഞ്ഞ് കൊണ്ടുവന്ന് 2 മാസം, ഞാനൊരു 3 മാസം വർക്ക് ചെയ്യാനുണ്ടായുള്ളൂ. അപ്പോഴേക്കും അവള് ഭയങ്കര മാറ്റമൊക്കെ ആയി എന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പഠിപ്പിച്ച്. പിന്നെ ഒരെണ്ണം ഹിന്ദി കുട്ടിയായിരുന്നു, അതിന് മലയാളം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കുറച്ച് പണി പെട്ടു. എന്നാലും ഇത്രയൊക്കെ അവള് അതനുസരിച്ച് മലയാളമൊക്കെ പറയാനും തുടങ്ങി. അപ്പൊ 3 വയസ്സാവണേന് മുമ്പ് തന്നെ പിള്ളേര് പറയാത്തവര് നമ്മള് കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയും. ശരിയാണ്, രവി പറഞ്ഞത് ശരിയാണ്. പറയാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ എന്ത് പറ്റും, കൂടുതൽ വാക്കുകൾ പറയാനായിട്ട് തുടങ്ങും കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറഞ്ഞോ രവി, പറഞ്ഞോളൂ. കുട്ടികളുടെ അടുത്ത് കയറിയ അച്ഛനും അമ്മയ്ക്കും ഇതിന്റെയൊക്കെ പണിക്ക് പോകുന്നവര്, പിന്നെ അമ്മൂമ്മയ്ക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന്, അങ്ങനെയുള്ളവരുടെ അടുത്ത് കുട്ടികളെ വിടൂലല്ലോ. അങ്ങനെ വെച്ച് സംസാരിക്കേണ്ടായതായിരുന്നു, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവളെ കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലൂറൽ വേർഡ്സുകള് കുട്ടി പറയാനായിട്ട് തുടങ്ങും കേട്ടോ. പ്ലൂറൽ വേർഡ്സ് എന്തൊക്കെയാണ് കുഞ്ഞു പറയുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തൊക്കെ പ്ലൂറൽ വേർഡ്സ് ആയിരിക്കും കുഞ്ഞു പറയുന്നത്? ഇപ്പൊ ആരാ, അമൃതയല്ലേ? എന്തെങ്കിലും ഒരു പ്ലൂറൽ വേർഡ്സ് കുഞ്ഞു പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? അവൻ ഇംഗ്ലീഷിലല്ല കേട്ടോ, കൂടുതൽ കുഞ്ഞുങ്ങൾ മലയാളത്തിലാണല്ലോ പറയുന്നത്. മലയാളത്തിലാകുമ്പോ പ്ലൂറൽ ആയിട്ടുള്ള വേർഡ്സുകൾ പറഞ്ഞിട്ടുണ്ടോ മലയാളത്തില്? എനിക്ക് ഒരു എക്സാമ്പിൾ പറയൂ മാം. ഇപ്പൊ ഞാൻ പറയാം, കാക്കകൾ എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പശുക്കള്, പൂച്ചകൾ, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. ഓക്കെ. അങ്ങനെ അതായത് നമ്മൾ ഒരെണ്ണത്തിന് പകരം എന്താണ് രണ്ടെണ്ണമായിട്ട് പറയുന്നതാണ് പ്ലൂറൽ വേർഡ്സ്. അത് മലയാളത്തിൽ പോകുമ്പോൾ എന്താണ് നമ്മള് ക്രിയേറ്റ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നിലധികം വേർഡ്സുകൾ വരുന്നത് പറയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ബുക്കുകള്, പേനകള്, അങ്ങനെയൊക്കെ പറയുന്നത്. അവന് അതിനെ പറ്റി അറിവില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. മാം, അത് കുറെ കാണുമ്പോ എന്തോരോ അങ്ങനെ പറയും, അല്ലാണ്ട് മറ്റേപാട് പറയൂല. ഓക്കെ, അങ്ങനെ ആയാലും മതി കേട്ടോ. പ്ലൂറൽ വേർഡ്സ് അത് എന്ത് തന്നെ ആയാലും എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. ഇപ്പൊ എന്തോരം അല്ലെ, കൊറേ, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ കുഞ്ഞു യൂസ് ചെയ്യാറുണ്ടോ? കൊറേ അല്ലെങ്കിൽ എന്താണ് എന്തോരം, വളരെ, കൊറേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ. അപ്പൊ അവിടെ ഞാൻ കൊറേ കാക്കനെ കണ്ടു, കൊറേ പൂച്ചനെ കണ്ടു, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എന്റെ മോൻ അങ്ങനെ പറയാറില്ല മാം. പറയോ രതി, പറയോ കുഞ്ഞ്? പറയും. കളിപ്പാട്ടങ്ങൾ കൊറേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, എന്തോരം കളിപ്പാട്ടാ, ഇങ്ങനെ കിടന്ന് ഭയങ്കര ഇതോടുകൂടി നോക്കി എന്ന് പറയും. പിന്നെ വേറൊരു കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ടൊന്നും വരില്ല, അവന് കൊറേ കളിപ്പാട്ടം ഉണ്ട് അവന്റെ വീട്ടില് എന്നും പറഞ്ഞോണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോ പറയും. അങ്ങനെയൊക്കെ പറയാറുണ്ട്. അമൃത, വറിയൊന്നും ആവണ്ട കേട്ടോ. അത് കുഞ്ഞിന്റെ ഒരു സ്റ്റേജ് ആണ്. പല കുട്ടികൾക്കും പല ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ആണുള്ളത് കേട്ടോ. ശരിയാണ് മാം. ഇവന്റെ ചേട്ടൻ ഇതേപോലെ തന്നെയായിരുന്നു. പക്ഷെ ചേട്ടനെ അപേക്ഷിച്ച് ഇവൻ കുറച്ചും കൂടി സംസാരിക്കുന്നുണ്ട് ഈ പ്രായത്തില്. ചേട്ടൻ നഴ്സറിലൊക്കെ പോയി തുടങ്ങിയ ഈ പറഞ്ഞ രതി പറഞ്ഞ പോലെ തന്നെ നഴ്സറിയിൽ വിടാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വീട്ടിലാകുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കും, അവിടെ അവരെ ശ്രദ്ധിക്കുമോ, എനിക്ക് ആകെ ടെൻഷനൊക്കെ ആയിരുന്നു. ഇതേപോലെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വിട്ടത്. അങ്ങനെ നഴ്സറി പോയി തുടങ്ങിയതിന് ശേഷം അവന് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. അവൻ നല്ലപോലെ സംസാരിക്കാനും അവന്റെ ഇതേപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചത് നഴ്സറി പോയതിന് ശേഷം. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മുമ്പ് ഉള്ള കാരണം ഇവനെ പറ്റി എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ ഇല്ല. ടെൻഷനും കാര്യങ്ങളും വേണ്ട. എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ സിസ്റ്റർ 6 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു കേട്ടോ.
ഓക്കെ, അതായത് അമ്മ എന്നുള്ളൊരു വാക്ക് എന്റെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ 7 വയസ്സിനാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോ അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മാത്രം പറയുള്ളൂ. ചേച്ചി എന്നെയോ അച്ഛനെയോ ഒന്നും വിളിക്കില്ല. അമ്മ അമ്മ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 വയസ്സ് വരെ അവള് സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോ പറഞ്ഞു പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ 6 വയസ്സായിട്ടും എന്താ, കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പോവേണ്ട ആ ഒരു സമയമായല്ലോ, അപ്പോഴും എന്താണ് അവള് സംസാരിക്കുന്നില്ല. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ട്, മണി ടീച്ചർ എന്നാ പേര് ടീച്ചറിന്റെ. ആ ടീച്ചറാണ് എന്ത് ചെയ്യുന്നേ, അവളെ സംസാരിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ, അതായത് 1-2 ക്ലാസ്സുകളിലൊക്കെ വളരെ കുറവ് മാത്രമേ അവള് സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ 3-4 ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോ എന്താണ് കുറച്ചും കൂടി സംസാരിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു ആള്. പിന്നെ ആള് കുറച്ചും കൂടി എന്താണ് ആക്റ്റീവ് ആകാനായിട്ട് ആരംഭിച്ചു. പിന്നെ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവല് സ്പീച്ച് കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ നിങ്ങള്, തീരെ സംസാരിക്കാത്ത ഒരു കുട്ടി സ്പീച്ച് പറയാനായിട്ട് എന്താണ് ട്രിവാൻഡ്രം വരെ പോവാണ്. അപ്പൊ എന്താണ് ആ ഒരു കുട്ടി, നമ്മളെന്താ പറയാ, ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരു കുട്ടിയാണ് അല്ലെ. സംസാരിക്കുമ്പോ അവളുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൾക്ക് ഞങ്ങളും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് വലുതാവുമ്പോ എങ്ങനെയാവും, സംസാരിക്കോ ഇങ്ങനെ, അതായത് പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആള്. പക്ഷെ കുറച്ചുകൂടി, അതായത് ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ടീച്ചറിന്റെ ട്രെയിനിങ്ങിലൂടെയാണ് അവൾ എന്തുവരെ ആയത്, ആ ഒരു അച്ചീവ്മെന്റ് വരെ അവൾക്ക് കിട്ടിയത്. അപ്പോ എന്തെങ്കിലും ഒരു, ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്താണ് കുറച്ചൊന്ന് നോക്കുക. അതായത് ഇപ്പൊ അമൃത പറഞ്ഞു, അതായത് കുട്ടിയുടെ ചേട്ടനും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒരു നിങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ചൊരു ടൈം കൊടുക്കുക കേട്ടോ. ടൈം കൊടുത്തിട്ട് എന്താണ്, നമ്മൾക്ക് ഇപ്പൊ ഡോക്ടറെ ഒന്ന് ചെന്ന് കണ്ട് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി എന്താണ് നമ്മൾ ഡോക്ടറെ ചെന്ന് കാണുക. അപ്പൊ അവരും പറയുമല്ലോ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ നടത്തുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ പറയും. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. കുഞ്ഞ് എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളിലൂടെ കുച്ച് നന്നായിട്ട് എന്ത് വരും, സംസാരിക്കാനും. ഇപ്പൊ നടക്കാത്ത കുട്ടികളൊക്കെയാണ്, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായി വരും. മനസ്സിലായോ പറഞ്ഞത്? മാം ഇതേ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. എന്റെ മൂത്ത മോൻ സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചിറ്റ അച്ഛന്ന് മാത്രമേ വിളിക്കുള്ളൂ. അവൻ ഇങ്ങനെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങള് മറ്റുള്ള കുട്ടികളൊന്നും ഉണ്ടായില്ല വീടിന്റെ അടുത്ത്, ഇങ്ങനെ ചെറിയ പിള്ളേരോ അങ്ങനെ പിള്ളേരൊന്നും ഉണ്ടായില്ല. അംഗനവാടി കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞില്ലേ, ഇവൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകണം അങ്ങനെ ഇതൊന്നും അറിയില്ലാത്ത കാരണം എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷെ കൊണ്ടുവന്നാക്കി ഞാൻ, കാരണം ഇവൻ ശരിയാവണമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ എന്നിട്ട് ഇവൻ ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ കുറുനാക്കിന്റെ അവിടെ ദശ വളരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് മനസ്സിലായിരുന്നില്ല. അത് ഇവന് ഭയങ്കര കൂർക്കം വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൂർക്കം വലി ഭയങ്കരമായിട്ട് സാധാരണ വലിക്കണ പോലെയല്ല, ഭയങ്കര വലിയ ശക്തിയിലാണ് വലിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ, ENT കൊണ്ടുപോയി കാണിച്ചപ്പോ ഇവന് ദശ വളരുന്നുണ്ട്, അതിന്റെയാണ് പ്രശ്നം. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ വൈകിയാണ് ചേർത്തത്. 4 വയസ്സ് കഴിഞ്ഞു അംഗനവാടി ചേർത്തപ്പോ. ആ അംഗനവാടിയിലെ ടീച്ചറിന്റെ മിടുക്കൊണ്ട് അവൻ പതുക്കെ സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും. നന്നായിട്ട് സംസാരിക്കുന്നത് അതാണ് കേട്ടോ. അംഗൻവാടി ആ ഒരു ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും? ഇതേ എക്സ്പീരിയൻസ് എനിക്കുണ്ട് മാം. ആദ്യത്തെ മോന് ഇതേപോലെ തന്നെ സംസാരമൊന്നുമില്ല, ടോയ്ലറ്റിൽ പോകണമെന്നും പറഞ്ഞിരുന്നില്ല. ആള് കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു പറഞ്ഞ പോലെ. പിന്നെ അംഗനവാടി പറഞ്ഞേക്കാൻ ആ ടൈമിലൊക്കെ കൊറോണയുടെ ടൈമായിരുന്നു. പിന്നെ LKG ചേർക്കുമ്പോഴും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. LKG UKG നല്ലൊരു ടീച്ചറായിരുന്നു. LKG UKG കിട്ടി. ആ ടീച്ചർ അതുകൊണ്ട് എല്ലാം ഓക്കെ. ടോയ്ലറ്റിൽ പോകുന്നവർക്ക് പമ്പേഴ്സ് ഇട്ടിട്ട് ക്ലാസ്സിനൊക്കെ പറഞ്ഞു വെച്ചു. ടീച്ചർ പറഞ്ഞു പമ്പേഴ്സ് ഒന്നും ഇടാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള അവരെ ആ ഒരു ഇതില് അതെല്ലാം ഓക്കെ ആയിപ്പോ. സംസാരം എന്നാലും കുറച്ചും കൂടി മെച്ചപ്പെടാണ്ട്, എന്നാലും അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ പഠിക്കാൻ എഴുതാൻ കുറച്ച് മടിയാണ് അവർക്ക്. പിന്നെ ലേണിംഗ് പവർ ഭയങ്കര കൂടുതലാണ്. എന്തായാലും അവനക്ക് ഭയങ്കര പഠിച്ചില്ലെങ്കിൽ അത് കേട്ടാൽ മതി, അവനെല്ലാം ഓക്കെ ആക്കി എടുക്കും. അതുപോലെ ബ്രെയിൻ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. ബ്രെയിനിൽ ഭയങ്കര എന്ത് കണ്ടാലും അത് ക്യാച്ച് ചെയ്ത് എടുക്കും. പിന്നെ ഒരിക്കൽ അവന് അത് പുറത്തെടുക്കുക.
ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് നോട്ട് പൊതുവെ ചെയ്യാല്ലേ? ടീച്ചറെ പറഞ്ഞോളൂ. പൊതുവെ ഈ പിള്ളേരെ അംഗനവാടിയിൽ വിടാൻ വേണ്ടി എല്ലാവരും മടിക്കും. ഇപ്പൊ പ്ലേ ക്ലാസ്സുകൾ വന്നുകൊണ്ടിട്ട് എല്ലാവരും അവിടേക്ക് വിടും. പക്ഷെ കൂടുതൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണത് അംഗനവാടി പോണ കുട്ടികളുടെ ആയിരിക്കും ആദ്യം കണ്ടുപിടിക്കുക. അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയൊക്കെ ഇതായാലും കണ്ടുപിടിച്ചിരിക്കും. ഇപ്പൊ തന്നെ അവിടെ ഒരു കുട്ടി ഇതുപോലെ സംസാരിക്കൂലായിരുന്നു. അവന്റെ എന്താണ്ട് കുറുനാക്കിന് എന്താണ്ട് കുഴപ്പമുണ്ടെന്ന്. അതിന് കുറച്ച് ദിവസം അംഗൻവാടി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരെന്തോ ഇതാന്നും പറഞ്ഞ് പ്ലേ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് ഇപ്പൊ വീണ്ടും അവിടെ വെച്ച് ഒട്ടും മിണ്ടണില്ല. ഇവിടെ അംഗനവാടിയിൽ വന്നു തുടങ്ങിയപ്പോ വീണ്ടും അവൻ ഓരോന്നൊക്കെ സംസാരിക്കും. നമ്മൾക്ക് ക്ലിയർ ആവൂല, അവർക്ക് ക്ലിയർ ആവും. കാരണം ഇത്രയും ദിവസം അവർ കേട്ട് പഠിച്ച് ഇതായോണ്ട് അവർക്ക് പിന്നെയും നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ അത് മനസ്സിലാക്കണ രീതിയിൽ വരെ നമുക്കത് പറഞ്ഞു തരും. അങ്ങനെ കൊച്ചിന് പറയാൻ പറ്റുന്നുണ്ട്. പ്ലേ ക്ലാസ്സിൽ ചെന്നപ്പോ അതിനത് പറ്റണ്ടായില്ല. എന്നിട്ട് നേരെ പറ്റണ്ടായി ഇവരുടെ അടുത്ത് വന്ന് മറ്റുള്ള പിള്ളേര് സംസാരിക്കുമ്പോ ഞാൻ മാത്രം മിണ്ടാണ്ടിരിക്കണ എങ്ങനെയാന്നുള്ളൊരു തോന്നല് വന്നിട്ടാണെന്ന് തോന്നുന്നു അവൻ ഇപ്പൊ നന്നായിട്ട് ഇത് പ്രശ്നം വരുന്നത്. അപ്പൊ അത് പ്രോബ്ലം ഇല്ലെങ്കിൽ അവൻ നല്ല ക്ലിയർ ആവുമായിരുന്നു. ഒട്ടും മിണ്ടൂലായിരുന്നു. ഇപ്പൊ 3.5 വയസ്സായി. LKG ചേർത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരിപ്പോ വിചാരിക്കണ 1 വർഷം കൂടി അംഗൻവാടി തന്നെ ഇരുത്തുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവൂലോ. 1 വർഷം പോയാലും കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞോണ്ടിരിക്കുന്നവര്. ശരിയാണ്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കൂടുതൽ കാലം എനിക്ക് തോന്നുന്നു അംഗൻവാടിയിൽ ഇരുത്തുമെന്ന് തോന്നുന്നു അല്ലേ? അതായത് കുറച്ചും കൂടി എന്താ ഒരു ഡെവലപ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന കുട്ടികൾ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ആവുമ്പോ അംഗനവാടികളിലാവുമ്പോ 5, 6, 8 പിള്ളേരുള്ളടത്ത് സ്കൂളിൽ ചെല്ലുമ്പോ 10, 40 പിള്ളേരുടെ ഇടയിലിരിക്കുമ്പോ ഈ കുട്ടി മുകളിലേക്ക് പോകാണ്ട് കീഴോട്ടേ പോവുള്ളൂ. ഡെവലപ്പ് ആവുമല്ലോ. ശരിയാണ്. അപ്പൊ അംഗൻവാടി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഞാൻ 2 പ്രാവശ്യം ടെമ്പററി ആയിട്ട് കേറി. അപ്പൊ പിന്നെ സ്ഥിര നിയമനം വരുമെന്ന് പറയണ ഇന്റർവ്യൂ ഒക്കെ. പിന്നെ ഇപ്പൊ ടെമ്പററിക്ക് ഈ മാസം വിളിച്ചിട്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ഈ ക്ലാസ്സും ഇതും എല്ലാം കൂടി നടക്കില്ല, അതുകൊണ്ട് ഇപ്പൊ ഈ വർഷം കേറണില്ലാന്ന് വെച്ചു. അത് അവിടെ പഞ്ചായത്തിൽ ഇന്റർവ്യൂവിന് ചെറിയ കേസ് പോയ കാരണം നടന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ കോഴ്സിൽ ഇപ്പൊ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ആണല്ലേ? ഓക്കെ. എങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ കുട്ടികളുമായിട്ട്? എൻജോയ് ചെയ്യുന്നുണ്ടോ കുട്ടികളുമായിട്ട് അന്ന് ആ ഒരു സമയത്ത്? ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ കേറിയപ്പോ കൊറോണ കാലായിരുന്നു. കുട്ടികളെ ഇരുത്താൻ പാടില്ലായിരുന്നു. പിള്ളേര് കുറെ ഉള്ള ടൈമായിരുന്നു, ഇരുത്താൻ പാടില്ലായിരുന്നു. അപ്പൊ പിള്ളേര് വരും, വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി വിടും, ഫുഡ് കൊടുത്തു വിടില്ല, അങ്ങനെ ഉണ്ട്. സെക്കൻഡ് ട്രിപ്പ് കേറിയ സ്ഥലത്താണെങ്കിൽ VIP ഏരിയ ആയിരുന്നു. പിള്ളേരുകളെ ഒന്നും അംഗനവാടിയിലേക്ക് വിടൂല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പൊ ഒരു കുട്ടി മാത്രമേ അവിടെ വന്നുണ്ടായുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേ ഞാനൊരു 3-4 പിള്ളേരെയൊക്കെ വിളിച്ച് കയറ്റി. 3 വയസ്സാവുമ്പോഴേ ഇരുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും സാറിനോടൊക്കെ പെർമിഷൻ മേടിച്ച് ഞാൻ അവരുടെയൊക്കെ അമ്മമാരുടെ അടുത്ത് പറഞ്ഞ് 2.25, 3-ന് ഒരു 2 മാസം 1 മാസം ഒക്കെ ഉള്ളപ്പോ തൊട്ടേ വിളിച്ചിരുന്നു. അപ്പോഴും അവര് പറയും ഞങ്ങൾക്ക് പേടി, അവളും പാമ്പേഴ്സ് വെച്ചൊക്കെയാ വിടുന്നേന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഒരാഴ്ച കൊണ്ട് നോക്കിക്കോ, അവള് പാമ്പേഴ്സും വേണ്ട ഒന്നും വേണ്ട. പക്ഷെ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടായി. കാരണം പാമ്പേഴ്സും വെച്ച് കൊടുത്തു വിട്ടിട്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ഊരി വെച്ചോ, 2-3 ഡ്രസ്സുകൾ മാത്രം കൊടുത്തു വിട്ടാൽ മതി. എങ്ങാനും പിള്ളേർ ഇത്ര ദിവസം പറയാത്തതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം കൊണ്ട് 2 ദിവസം മാത്രം അത് എടുത്തു. പിന്നത്തെ ദിവസം തൊട്ട് അതും വേണ്ട. കറക്റ്റ് ടൈമിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവള് നേരെ പൊക്കോളും, എല്ലാം ചെയ്തോളും. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ആ ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഞാൻ ഇറങ്ങിയോടുകൂടി ആ പിള്ളേര് നിർത്തി പോവുകയും ചെയ്തു. പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ പിള്ളേരുമായിട്ട്? കാര്യങ്ങൾ പിള്ളേരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? പഠിക്കാൻ പറ്റി. പിന്നെ ഇഷ്ടം പോലെ എഴുതാനൊക്കെ ഉണ്ടാവൂലോ അവിടെ ആവുമ്പോ. കുറെ എഴുതാനുണ്ടാവും. 10-11 രജിസ്റ്ററുകൾ ഉണ്ട്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണമല്ലോ. അതൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഓരോ കുട്ടികൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അവര് ചില കുട്ടികൾ കുഴപ്പമുണ്ടാവില്ല. വേഗം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അവര് ഇതാക്കും. പിന്നെ 3 വയസ്സായതും 3.5 പല ഏജ് ഉണ്ടാവുമല്ലോ. 3.5 വയസ്സ്, 3 വയസ്സ്. അപ്പൊ നമ്മള് കുറച്ചു ദിവസം ഒന്ന് അടുത്ത് ഇതാക്കി കഴിയുമ്പോഴേക്കും ചിലപ്പോ വന്ന് നമ്മുടെ അടുത്ത് മടിയിലൊക്കെ കയറിയിരിക്കും. അങ്ങനെയൊക്കെ വന്ന് ഇരുന്ന് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും കൂട്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയണ എല്ലാവരും കേട്ടോളും. കളിപ്പാട്ടങ്ങളൊക്കെ പെറുക്കി വെക്കാൻ പറഞ്ഞാൽ അതൊക്കെ പെറുക്കി വെക്കും. ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകി
നീറ്റായിട്ട് വന്നിരിക്കണോ അപ്പൊ എല്ലാം ചെയ്തോളൂ. അതൊക്കെ നല്ല ഇതായി പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ പേരൻസിനും ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ അടുത്ത്. അവരിങ്ങനെ ചെയ്യണ കാരണേ എന്നുവെച്ചാൽ അവര് പേടിച്ച് കൊണ്ടാക്കിയതാണ്. അപ്പൊ അവർക്ക് ഭയങ്കര പിന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതൊക്കെ നല്ല ആക്റ്റീവായിട്ട് വീട്ടിൽ പോയി പാടുന്നു. ഇതൊക്കെ കേട്ടപ്പോ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ഇരിക്കുമ്പോ സാറുമാര് വന്നപ്പോ സാറിനും പിന്നെ ഈ ഫീൽഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം, അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ ടൈം 9 മണിയായിട്ടോ. നാളെ തരാട്ടോ ഇതിന്റെ നോട്ട്. മതിയോ? ഓക്കെ മാം. നാളെ തരാട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഹലോ.